ഇരിട്ടി കുന്നോത്ത് ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ബയോ മൗണ്ടൻ രുചിക്കൂട്ട് പാചക മത്സരം സംഘടിപ്പിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കുന്നോത്ത് ഫൊറോനയിലെ മാതൃവേദിയുമായി സഹകരിച്ചായിരുന്നു മത്സരം. മാതൃവേദി സംഘടനയിൽ പ്രവർത്തിക്കുന്ന അമ്മമാർക്കായി കുന്നോത്ത് ബയോ മൗണ്ടൻ കമ്പനിയിൽ നടന്ന മത്സരത്തിൽ മീൻകറി, ചിക്കൻ കറി, സാമ്പാർ തുടങ്ങിയ വിവിധ കറികളാണ് മത്സരാർത്ഥികൾ തയ്യാറാക്കിയത്. ബയോ മൗണ്ടൻ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പാചകം. 4 പേർ വീതമുള്ള 7 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മലബാർ മേഖലയുടെ സമഗ്രമായ വികസനത്തിന്, സാമൂഹ്യവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ വികസനത്തിന് വളരെ സംഭാവനകൾ ചെയ്ത തലശ്ശേരി അതിരൂപതയുടെ കർഷകർക്ക് വേണ്ടിയുള്ള സംരംഭമാണ് ബയോ മൗണ്ടൻ കമ്പനി. മായങ്ങളുടെ ഈ ലോകത്ത് മായമില്ലാത്ത ജൈവ വൈവിധ്യ കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ നിർമ്മിക്കുന്ന കറി പൗഡറുകൾ, പുട്ടുപൊടി, അപ്പപ്പൊടി തുടങ്ങിയ വിവിധ ഇനം ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിലെ അമ്മമാർക്കായി ഈ ബയോ മൗണ്ടൻ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുന്നോത്ത് ഫൊറോനയിലെ മാതൃവേദി മേഖലാ കമ്മിറ്റി ഏറ്റെടുത്ത ഒരു പുതിയ സംരംഭമാണ് ഇന്നത്തെ ഈ പാചക മത്സരം. 1ാം സ്ഥാനത്തിന് 3000 രൂപയും 2ാം സ്ഥാനത്തിന് 2000 രൂപയും 3ാം സ്ഥാനത്തിന് 1000 രൂപയും ക്യാഷ് പ്രൈസും നൽകി. ഫാദർ ബെന്നി തോമസ് നിരപ്പിൽ, ഫാദർ ജെയിംസ് കുരിശുമൂട്ടിൽ, ഫാദർ സോജൻ കാരോട്ട്, സിസ്റ്റർ സോണിയ, സോളി ആഞ്ഞിലത്തോപ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബയോ മൗണ്ടൻ ഫാമ പ്രൊഡ്യൂസ് കമ്പനിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുന്നോത്ത് ഫൊറോനയിലെ മാതൃവേദി അംഗങ്ങളുടെ ഒരു ഒരു മത്സരമാണ്. നമുക്കറിയാം, കൃഷിക്കാർക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ് ബയോ മൗണ്ടൻ ഫാമ പ്രൊഡ്യൂസ് കമ്പനി. ഇപ്പൊ കർഷകർ ഈ കാലത്ത് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും രുചിയേറിയ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നത് ഇവിടുത്തെ അമ്മമാര് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുകൊണ്ട് മായമുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്ന കാലഘട്ടങ്ങളിൽ മായമില്ലാത്ത നല്ല കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല രുചിക്കൂട്ടോടുകൂടി രുചിയേറിയ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അമ്മമാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഓരോ ടേബിളിലേക്ക് നോക്കി ഞങ്ങൾക്ക് അറിയാം, വളരെ എത്രയോ സുന്ദരമായിട്ടാണ് അവരെ ടേബിളിൽ ഓരോ സാധനം അറേഞ്ച് ചെയ്തിരിക്കുക. ഇതെല്ലാം നമ്മുടെ അമ്മമാരുടെ പല വിരുതുകളാണ്. അപ്പൊ ഇത്രയും കഴിവുകളുള്ള അമ്മമാർ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള പറയുന്ന വലിയൊരു, അവർക്ക് ഒരുമിച്ച് വരാനും ഒരുമിച്ച് ചെയ്യുവാനൊക്കെ കിട്ടുന്ന ഒരു വലിയൊരു അവസരം വളരെ നന്നായി അവർ വിനിയോഗിക്കുന്നുണ്ട്. ഇതിന് മുന്നിൽ സംഘാടകര്, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങള് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കാണിക്കുന്നത് കർഷകരോടുള്ള അവരുടെ താല്പര്യവും സ്നേഹമാണ്. എല്ലാവരും കർഷക കുടുംബങ്ങളിൽ നിന്നുള്ള അമ്മമാരെല്ലാം കർഷക കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പം കൃഷിക്കാരോട് കാണിക്കുന്ന അവരുടെ ഈ ആഭിമുഖ്യത്തെയും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല സാധനം ഉണ്ടാക്കാമെന്ന് ഈ കേരളത്തോട് മാത്രമല്ല ഭാരതത്തിലുള്ള എല്ലാവരോടും അവർ വിളിച്ചു പറയുന്ന ഒരു എല്ലാ അവസരം കൂടി എനിക്ക് തോന്നുക. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.